ഡിയേഴ്സ്. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് നിൽക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാട്ടോ. അവിടെ നിന്ന് ഞാൻ ബസ് കയറി ബാലുശ്ശേരിക്ക്. ഞാൻ പോകുന്നത് നന്മണ്ടയ്ക്കാണ് കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ്, ജനിച്ച് വളർന്ന വീട്ടിലേക്ക്. അച്ഛനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ പാലാഴിക്ക് പോയിട്ടില്ല, നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ സൈഡ് സീറ്റ് കിട്ടി ബസ്സിൽ. ജോൺസൺ മാഷിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ മാത്രം മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബസ്സിൽ പോകാൻ. അപ്പം ബാലുശ്ശേരി പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചീക്കിലോട് ബസ് കയറി. വേണമെങ്കിൽ നന്മണ്ടയിൽ നിന്ന് മാറി കയറാം കേട്ടോ. എന്തായാലും വീട്ടിലെത്തി. മേലെ കാണുന്നതാണ് എൻ്റെ വീട്, താഴെ കാണുന്നത് പാപ്പന്റെ വീടാണ്. പാപ്പൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട് കേട്ടോ. ഇതെൻ്റെ അനിയനാണ്, പാപ്പൻ്റെ മോനാണ്. അവിടെ പെയിന്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ പോയിട്ടൊരു സാധനം എടുത്തുകൊണ്ട് തന്നു കേട്ടോ. ഞാൻ നഴ്സിംഗ് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ID കാർഡാണ്. ഏകദേശം 20 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിപ്പോഴും കേടായിട്ടൊന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പെട്ടെന്ന്. ഇത് എൻ്റെ ചേച്ചീൻ്റെ മക്കളാണ്, അനിയൻ്റെ മക്കളൊക്കെയാണ്, അനിയൻ്റെ വൈഫ്. അപ്പോൾ ഇവരാരും ഫേസ് തരാതിരിക്കട്ടോ, വ്ളോഗ് എടുക്കുന്നുണ്ട്. പാപ്പൻ്റെ വീടിൻ്റെ മുന്നിലുള്ള കണിക്കൊന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട്. മിക്കവാറും അത് വിഷു ആകുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ മേലേക്ക് കയറി കേട്ടോ, വീട്ടിലേക്ക് കയറി. റോഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട്, പക്ഷേ ഇതല്ല കേട്ടോ, ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറയുന്നത് മുകളിലാണ്. അത് കുറേ ഇങ്ങനെ കയറി പോകാനുണ്ട്. ആ കാണുന്നതാണ് വീട് കേട്ടോ. ഇപ്പം ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും വയ്യാതിരുന്നപ്പോഴാണ് വീട് ഇങ്ങോട്ടാക്കിയത്. ഇത് പാപ്പൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മാവാണ്, പക്ഷെ ഞങ്ങളുടെ മുറ്റത്ത് നിന്നാൽ മാങ്ങ പറിക്കാം, എന്നിട്ട് മാങ്ങ ഉപ്പൊക്കെ കൂട്ടി തിന്നാന്നുള്ള പ്ലാനിലാണ് കേട്ടോ. ഞാൻ വേഗം പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം തിരിച്ചു വരണം എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷെ ഇവരെല്ലാവരെയും കൂടെ കണ്ടപ്പം എനിക്ക് എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് പോരാൻ തോന്നില്ല കേട്ടോ. സാധാരണ അച്ഛനും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോരാറാണ്. അപ്പോൾ അവിടെ ഒരു തെറയുണ്ട്, തെറ ഉത്സവം ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നതാണ് കേട്ടോ ഇവരെല്ലാവരും. അപ്പം എന്നോട് ഇങ്ങനെ അമ്പലത്തിലേക്ക് വരാനൊക്കെ വിളിച്ചു, പക്ഷെ എനിക്ക് നൈറ്റ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം. അപ്പോൾ വൈകുന്നേരം താലപ്പൊലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ ഉപ്പും കൂട്ടിയൊക്കെ തിന്നും. അത് കഴിഞ്ഞിട്ട് പേരൊക്കെ വറക്കണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ കേട്ടോ. പിന്നെ നന്മണ്ട വരുമ്പം ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വീണ്ടും അവിടെ ചെല്ലുമ്പം ആ ഒരു കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റും. കാരണം അച്ഛനും അമ്മയും പാപ്പനും ഇളയമ്മയും അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ കുഞ്ഞാവാന്നുള്ള വിളി കേൾക്കുന്നത്, പണ്ട് ആ വിളി കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ വളർന്ന് വലുതായി അല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞപ്പം അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ അമ്മേൻ്റെ ആ വിളി മിസ് ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പേരൊക്കെ പറിക്കുമ്പോൾ അച്ഛൻ പറയാം കേട്ടോ, മതിലിൻ്റെ മുകളിൽ നിന്ന് പറിക്കുമ്പോൾ നോക്കിക്കോ, അങ്ങോട്ട് ചാടിപ്പോണ്ട, വെയിലാണ്, വെയിൽ കൊള്ളണ്ട, അങ്ങോട്ട് പോരുന്നൊക്കെ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. നമ്മൾ എത്ര വളർന്ന് മൂത്ത് നിറച്ചാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ കുട്ടികൾ തന്നെ ആയിരിക്കും അല്ലേ. ആ ഒരു ഫീല് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു ഫീലാണ് കേട്ടോ. പിന്നെ പേരൊക്കെ നല്ല പഴുത്ത പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്തിട്ട്, ഇവരൊക്കെ കണ്ടില്ലേ വീഡിയോയിൽ പെടാതിരിക്കാൻ വേണ്ടി മുഖം മറിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. പഴുത്ത പേരൊക്കെ ആയതുകൊണ്ട് അച്ഛനൊരു കഷ്ണം കഴിച്ചു. എന്നിട്ട് അച്ഛൻ പറയാണ്, നീ വേഗം പോയിക്കോ, നേരം വൈകണ്ട, കുറച്ചു നേരം കിടക്കണ്ടേ എന്നൊക്കെ കേട്ടോ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇത് അഞ്ചു ആണ് കേട്ടോ. അവൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി വന്ന എൻ്റെ പാപ്പൻ്റെ മോൻ്റെ വൈഫ്, അനിയൻ്റെ വൈഫ് കേട്ടോ. പിന്നെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനൊരു വിഷമമുണ്ട്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നൈറ്റെല്ലാം ലീവായിരുന്നെങ്കിൽ അവരെ കൂടെയൊക്കെ ഒന്ന് പോകാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ബൈ.